നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര എളമാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡിന്റെ ടാറിംഗ് ഇളകി വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറുന്നതായി പരാതി. പേരാമ്പ്ര കോഴിക്കോട് റോഡിൽ പേരാമ്പ്ര ശ്രീ എളമാരൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിലെ ടാറിംഗ് ഇളകി വൻകുഴി രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. പുറമെ നിന്നും വരുന്ന ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. മറ്റു വാഹനങ്ങളും അറിയാതെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട സ്ഥിതിയും ഉണ്ട്. കുഴി വെട്ടിച്ചു കടക്കുന്ന വാഹനങ്ങൾ ദിശ തെറ്റി വരുന്ന കാഴ്ചയും പതിവാണ്. ഇതും അപകടത്തിന് വഴിയൊരുക്കുന്നു. നിരവധി തവണ PWD അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കാൽനട യാത്രക്കാരും കച്ചവടക്കാരും പറഞ്ഞു. ഇത് വെറുതെ അന്ന് ഇത് ഉണ്ടാക്കി 3 മാസമായിക്കില്ല. ഈ വെള്ളപ്പൊക്കമുള്ള സമയത്ത് ഇവിടെ കുണ്ടിൽ വീണ് ബസ് മറ്റേ ഓട്ടോറിക്ഷയിൽ മറിഞ്ഞതാ. ഇവിടുന്ന് ഇവിടെ തവണ മുങ്ങിപ്പോയിട്ട് ഇവിടെ മറിഞ്ഞതാ. ഒരാരും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നവരെ ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ല. വെറുതെ ഞാളിങ്ങനെ വായിലിട്ട് ഇറക്കിയാലാണ് വേറെ ഗുണമൊന്നുമില്ല. ഇനി ഇവിടെ ഇപ്പം അടുത്ത കാലത്ത് ചെയ്ത സംഭവമാണ് ഇപ്പം വലിയ കുഴിയായി മാറിയിട്ടുള്ളത്. അതായത് പിന്നെ ഈ കലുങ്ക് വന്നാലെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് വന്നു നോക്കുമ്പോ അതിലും വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെടുന്നത്. വലിയ വലിയ പിന്നെ കുഴിയിലേക്ക് വണ്ടി വന്ന് ചാടിയിട്ട് രാത്രി കാലങ്ങളിൽ ഓരോരുത്തരും മറിഞ്ഞു വീഴുകയാണ്. ഈ വെള്ളക്കുണ്ട് കാണുകയില്ല, മനസ്സിലാവുകയില്ല ഇത് അത്രയും വെള്ളം ഉണ്ടാവും ഇവിടെ. അപ്പം ഇതിനൊരു അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ. ഇനിയൊരു വൻ അപകടം ഉണ്ടാവുന്നതിനു മുമ്പ് കുഴിയടച്ച് റീടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ കുഴി കുറെ ദിവസമായി നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ട് പോകുന്നത്. മഴ പെയ്താൽ പിന്നെ ഒന്നും പറയാൻ വേണ്ട. ഇതെന്താണ്, ഇത് ആരാണ് ഇതിന്റെ അധികൃതർ പോലീസ് അറിയിച്ച് എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടികളെന്ന് അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.